യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ടൊയോട്ട ലാൻഡ് ക്രൂയിസറിൻ്റെ 1:12 സ്കെയിൽ മോഡൽ വരുന്ന ഒരു കിടിലം ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു RC കാറാണ്. ഈ ഒരു RC കാർ ഞാൻ മേടിച്ചത് കടവന്ത്ര DD മൈൽ സ്റ്റോൺ ബിൽഡിങ്ങിനുള്ളിലുള്ള മൈക്ലിക്ക് എന്ന് പറയുന്ന ഒരു RC കാർ ഷോപ്പിൽ നിന്നാണ്. നിങ്ങൾക്കിപ്പോൾ RC കാർസ്, RC പ്ലെയിൻ, RC ഹെലികോപ്റ്റർ, RC ബോട്ട്, പിന്നെ മിനിയേച്ചർ കാർസ്, മിനി RC കാർസ്, ഡൈകാസ് കാർസ്, അങ്ങനെ നിരവധി വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ മൈക്ലിക്ക് എന്ന് പറയുന്ന ഈ ഷോപ്പിൽ ചെന്നൊന്ന് വിസിറ്റ് ചെയ്താൽ മതി, നമ്മുടെ കടവന്ത്രയിലുള്ളത്. നമുക്കപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ചടങ്ങുകളിലോട്ട് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ബോക്സ് അത്യാവശ്യം നല്ലൊരു വലിയൊരു ബോക്സാണ് ഇതിന് വന്നേക്കുന്നത്. ഇതിൻ്റെ ഇപ്പുറത്ത് നോക്കുന്നത് 2 കളർ വേരിയൻസ് ആണ് വരുന്നത്. ഒന്ന് ദേ ഈ കളറും പിന്നെ ദേ ഈ ഒരു ബ്ലൂ കളറും. ഞാനെടുത്തത് ബ്ലൂ കളറാണ്. പിന്നെ ദേ ഇവിടെ നിന്ന് തന്നെ തുറക്കാം. ഒരു ലാൻഡ് ക്രൂയിസർ എന്ന് പറഞ്ഞ ഏരിയാക്കുന്ന ഒരു പാക്കറ്റും പിന്നെ സ്റ്റിക്കർ, ഒരു ചാർജർ, ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവറും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ഈ പാക്കറ്റിൽ. ഇതാണ് ഈ ലാൻഡ് ക്രൂയിസറിൻ്റെ റിമോട്ട്. പോരട്ടെ പോന്നു വരൂ. അപ്പോൾ ഇതാണ് 1:12 സ്കെയിൽ മോഡലിൽ വരുന്ന ടൊയോട്ട ലാൻഡ് ക്രൂയിസറിൻ്റെ RC കാർ. എന്തൊരു ബ്യൂട്ടിഫുള്ളാന്ന് നോക്കിയാൽ കാണാനായിട്ട്. ഈ ലൈറ്റുകളൊക്കെ കത്തോട്ടെ. പിന്നെ ഇതേ മീതിയായിട്ടൊരു സർഫ് ബോർഡ് ഉണ്ട്. പിന്നെ ഇതേ ബാക്കിൽ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നല്ല ഉടുക്കത്തെ ഭംഗിയാണ് ഈ വണ്ടി കാണാനായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് 370യുടെ ഒരു ബ്രഷ്ഡ് മോട്ടറാണ്. ഓയിൽ ഫിൽഡ് ആയിട്ടുള്ള ഷോക്ക് ഒബ്സേഴ്സ് ആണ് ഇതിന് വന്നേക്കുന്നത്. റിമോട്ടിൻ്റെ കാര്യത്തിലൂടെ വരാൻ 2.4 GHz ഒരു റിമോട്ട് കൺട്രോളാണ് വരുന്നത്. ഇത് ഇവിടെ വീലുണ്ട് സ്റ്റിയർ ചെയ്യാൻ വേണ്ടിയുള്ളത്. പിന്നെ ഈ ഒരു ക്യാപ്പിംഗ് ഇങ്ങനെ തുറക്കാൻ നേരത്ത് ബാക്കിയുള്ള എല്ലാ കൺട്രോളുകളും ഈ കാണിച്ചേക്കുന്ന പോലെയുള്ള കൺട്രോളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊരു 3 സ്പീഡ് ട്രാൻസ്മിഷനും വരുന്നുണ്ട്. ഹൈ വരുന്നുണ്ട്, ന്യൂട്രൽ വരുന്നുണ്ട്, ലോയും വരുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് ദേ ഇവിടെയായിട്ടാണ്. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ബാറ്ററി. ഇതാണ് മെയിൻ പവർ സോഴ്സ്. ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ദേ ഇവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. അതിൽ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ കണ്ട അത് 2 AA ബാറ്ററി ഉപയോഗിക്കേണ്ടുള്ളൂ. ഇതിൻ്റെ അത് നമുക്ക് ഓൺ ചെയ്യാം. ഒന്ന് പയ്യെ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഓ പേടിച്ചു പോയി. എൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റ്സൊക്കെ കത്തുന്നുണ്ട്. ഒന്നും പറയാനില്ല, നല്ല വേറെ ലെവൽ ഐറ്റം. ഇത് ഫസ്റ്റ് ഇംപ്രഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അങ്ങ് ഞെട്ടിച്ച് കളഞ്ഞു. അത്രക്ക് കിടിലൻ മോഡൽ. പിന്നെ ഇതിനെ പറ്റിയുള്ള കൂടുതൽ റിവ്യൂവും കാര്യങ്ങളും ഞാൻ ശരിക്കും ഒന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.